ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകുക. അവിടെ കഴിഞ്ഞ ദിവസം രോഗികളെ പരിശോധിച്ചത് ടോർച്ചിന്റെ വെളിച്ചത്തിലാണ്. വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഒ പിയിൽ രോഗികളെ മൊബൈൽ വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടി വരികയാണ്. അതിൻ്റെ കൗതുകം എന്നത് 30 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ജനറേറ്റർ പ്രവർത്തനമില്ല നിലച്ചു. അങ്ങനെയാണ് ഡോക്ടർക്ക് ഈ ചികിത്സ നടത്തേണ്ടി വന്നത്. ഇതാണ് ആ കാഴ്ചകൾ. ഡോക്ടറെ കുറ്റം പറയരുത് കേട്ടോ, കാരണം ആത്മാർത്ഥതയാണ്. കാരണം ജനറേറ്റർ പ്രവർത്തിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ നോക്കാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഡോക്ടർക്ക് അവിടെ നിന്ന് എണീറ്റ് പോകാം. പക്ഷെ തൻ്റെ ഡ്യൂട്ടി അതെങ്ങനെയെങ്കിലും അവിടെ തന്നെ കാണാൻ വന്ന സാധാരണക്കാരായ ആളുകളാണ് ഇവിടേക്കൊക്കെ സ്വാഭാവികമായും താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുക. അവരെ ചികിത്സിക്കാൻ എങ്ങനെയെങ്കിലും അവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ആ ഡോക്ടർ ശ്രമിച്ചു. ആ ഡോക്ടറെ നമ്മൾ ഒരു തരത്തിലും ഒരു നിമിഷം പോലും കുറ്റപ്പെടുത്താൻ പാടില്ല. പക്ഷെ നമ്മുടെ സംവിധാനങ്ങൾ ഇവിടെയും സിസ്റ്റത്തിനെ പഴിചാരാൻ നമുക്ക് സിസ്റ്റത്തിന് എന്തോ തകരാറുണ്ട്, കാര്യമായ എന്തോ തകരാറുണ്ട്. നമുക്ക് 30 ലക്ഷം രൂപ ചെലവാക്കി ജനറേറ്റർ സ്ഥാപിച്ചതാണ്. 30 ലക്ഷം രൂപ ചെലവാക്കിയ ആ ജനറേറ്റർ എവിടെ? എന്തുകൊണ്ടാണ് ആ ജനറേറ്ററിന്റെ പ്രവർത്തനം നിലച്ചത്? ഒരു ആശുപത്രിയിൽ ജനറേറ്ററിന് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്, അല്ലേ? അതിലൊരു സംശയവുമില്ല. ടോർച്ച് ഉപയോഗിച്ച് ഒരു ഡോക്ടർക്ക്, ഇത് ഉത്തരേന്ത്യയിലല്ല, ഇത് ഹരിയാനയിലും ഉത്തർപ്രദേശിലും ബീഹാറിലുമല്ല, ഇത് കേരളത്തിലാണ്. നമ്പർ 1 ആരോഗ്യ കേരളത്തിലാണ് ഈ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങൾ വേണ്ടി. രഘു, നേരത്തെ ഇതേപോലെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ തുന്നിക്കെട്ട് നടത്തിയ ഡോക്ടറെ നമ്മൾ കണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ മറ്റു സാഹചര്യങ്ങളിൽ അദ്ദേഹം അതിന് നിർബന്ധിതനാവുകയായിരുന്നു. ഈ ഡോക്ടർക്കും സാധാരണ രീതിയിൽ കൈയടിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം ഇല്ല, എനിക്ക് പറ്റില്ല ഈ പണി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാതെ തൻ്റെ മുമ്പിൽ വന്ന രോഗികൾക്ക് തന്നാൽ കഴിയുന്ന നിലയിൽ ആ സേവനം നടത്തുകയാണ്. പക്ഷേ 30 ലക്ഷം രൂപ മുടക്കിയ ഒരു ജനറേറ്റർ മെഷീനാണ്, അല്ലേ? എന്ത് സാങ്കേതികമായി ചില തകരാറൊക്കെ സംഭവിക്കാതെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത്രയും ലക്ഷം മുടക്കിയ സംവിധാനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലെ പിഴവ് കൊണ്ടാണോ, അതോ അതിനൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്തതാണോ? എന്താണ് ഈ ഒരു ഗതികേടിലേക്ക് ഈ ആശുപത്രിനെ കൊണ്ടെത്തിച്ചത്? കോട്ടയത്ത് കെട്ടിടം വീണ് വീട്ടമ്മ മരിച്ച ആ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ കാണുന്ന സംഭവം ഉണ്ടായത്. 10:30 കറണ്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ കറണ്ട് വന്നത്. ഈ 1 മണിക്കൂറോളം നേരം ഡോക്ടർ എങ്ങനെയാണ് ഒ പിയിൽ, അതായത് വളരെ തിരക്കുള്ളൊരു ആശുപത്രിയാണ് കായംകുളം താലൂക്ക് ആശുപത്രി. ആലപ്പുഴ ജില്ലയിൽ നിന്നും ഒപ്പം തന്നെ പത്തനംതിട്ട അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വേഗത്തിൽ, ഈ പുനലൂർ പോലെയുള്ള അടൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കാണ് എപ്പോഴും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ആ ഒ പിയിൽ ഏകദേശം ഒരു 100 പേരുണ്ട്. ഈ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 100-നടുത്ത ആളുകൾ ആ ഒ പിയിലുണ്ട്. അപ്പോഴാണ് കറണ്ട് പോയത്. ദിവിഷ് പറഞ്ഞതുപോലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പരിശോധന നിർത്തുകയല്ല ഡോക്ടർ ചെയ്തത്. കാരണം പരിശോധന നിർത്തിയാൽ ആ ആളുകൾക്ക് ചികിത്സ നൽകാൻ വേണ്ടി സാധിക്കില്ല എന്നു മാത്രവുമല്ല, പതിവായി അവിടെ കറണ്ട് പോകാറുമുണ്ട്. ഒരു 15 വർഷം മുൻപാണ് 30 ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു ജനറേറ്റർ സ്ഥാപിച്ചത്. അതുപോലെ സർക്കാർ സംവിധാനമായതുകൊണ്ട് തന്നെ കുറച്ച് നാൾ പ്രവർത്തിച്ചു. പിന്നീട് ആ 30 ലക്ഷം രൂപ, 15 വർഷം മുമ്പത്തെ 30 ലക്ഷം രൂപയുടെ മൂല്യം നിലവിൽ 1 കോടിക്ക് അടുത്തെങ്കിലും വരും. അത്രയും വലിയൊരു ജനറേറ്ററാണ് അവിടെ സ്ഥാപിച്ചത്. പിന്നീട് അതിൻ്റെ അറ്റകുറ്റപ്പണിയൊന്നും നടത്തിയിട്ടില്ല. ഇതിനെല്ലാം നൽകുന്നൊരു വിശദീകരണം, ന്യായീകരണം എന്ന് പറയുന്നത് പുതിയ കെട്ടിടത്തിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്, അപ്പോൾ എല്ലാം ശരിയാവും എന്നുള്ളതാണ്. സത്യമാണ്. കോട്ടയത്തും പുതിയ കെട്ടിടം പണിതു. 12 വർഷം കൊണ്ട് കഴിയാത്തത് 12 മണിക്കൂറിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെയും എല്ലായിടത്തും പുതിയ കെട്ടിടമുണ്ട്. തിരുവനന്തപുരത്തും പുതിയ വിശ്രമ കേന്ദ്രമുണ്ട്, അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കില്ല. ഇവിടെയും പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നു. ഇന്നലെ മലപ്പുറത്ത് ചിറ്റൂര് അവിടെ പണി കഴിഞ്ഞു, കിടക്ക വന്നിട്ടില്ല. 50 ദിവസം കഴിഞ്ഞു. പക്ഷേ എന്നാലും രോഗികളെ മാറ്റില്ല, എന്തോ ഒരു പിടിവാശി പോലെയാണ്. അതെ, എന്ന് മാത്രമല്ല നമ്മൾ സ്വകാര്യ ആശുപത്രികളുടെയൊക്കെ നിർമ്മാണം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ആരോഗ്യ സംവിധാനം, സർക്കാർ സംവിധാനം മോശമാണെന്ന് പറയാൻ വേണ്ടി കൂടിയല്ല. നമ്മൾ ഏത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാലും അവിടെ 1-2 നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ആ ആശുപത്രി തുറക്കുകയും അവിടെ ചികിത്സ നടക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും മുകളിലേക്ക് 10-12 നില കെട്ടി ഉയർത്തുക. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ മാത്രമാണ് മുഴുവൻ പണികളും. എന്തിനാണ്? ഇവിടെ തൊട്ടടുത്ത് ആലപ്പുഴ ജില്ലാ ആശുപത്രിയുണ്ട്. ഏകദേശം ഇപ്പോൾ അത് തുറന്നു കൊടുത്തു. വലിയ മനോഹരമായ കെട്ടിടമാണ്, നല്ല രീതിയിൽ ചികിത്സ നടക്കുന്നുണ്ട്, നല്ല കാര്യം. അത് 6 മാസത്തോളമാണ് അടച്ചിട്ടത്. അതായത് കെട്ടിടം പണിത് ഒരു 6 മാസത്തോളം ചുമ്മാ അടച്ചിടുക. എന്താ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വാർഡെങ്കിലും അവിടെ തുടങ്ങാൻ വേണ്ടി സാധിക്കും, ആളുകൾക്ക് കിടത്തി ചികിത്സ നൽകാൻ വേണ്ടി സാധിക്കും. അതൊന്നും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി
കെട്ടിടം പണിയുക, എക്യുപ്മെൻറ്റ്സ് വാങ്ങി വെക്കുക, ഇതിനുശേഷം മന്ത്രിയുടെയോ ഒക്കെ സൗകര്യത്തിനായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പോ അങ്ങനെയൊക്കെയുള്ളവ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇതൊക്കെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ നിർമ്മാണം വൈകുന്നതും അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നില്ല എന്നുള്ളൊരു കൃത്യമായ വിശദീകരണം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല. എന്നല്ലാതെ എന്തു പറയാനെന്നതാണ്. അവസാനം രഘു ഇപ്പൊ സൂചിപ്പിച്ച പോലെ കിടത്തി ചികിത്സയെങ്കിലും ഒരുക്കാവുന്ന കെട്ടിടങ്ങൾ ഉണ്ടായാലും അങ്ങോട്ടേക്കും ആളെ മാറ്റില്ല. അവസാനം ഉദ്ഘാടനം ആകുമ്പോഴേക്കും ഈ കെട്ടിടം പായൽ പിടിച്ച് നശിക്കുന്ന അവസ്ഥ. പാലക്കാട് കാര്യം, പാലക്കാട് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. എന്നിട്ടും മാറ്റില്ല. 4 കോടി രൂപ ചെലവിലാണ് ആ 7 നില കെട്ടിടം. അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ ഇന്നലെ എടുത്തു നോക്കി. എന്തൊരു നല്ല കെട്ടിടമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ട്രോമ, ICU കെയർ, എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. പക്ഷെ രോഗികളെ മാറ്റില്ല. ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ കെട്ടിടത്തിൽ തന്നെ ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് ആ വാർഡ് പ്രവർത്തിക്കണമെന്ന് എന്തോ ഒരു പിടിവാശിയുള്ളത് പോലെയാണ്.